പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പേജ് നമ്പർ 107 ലാസ്റ്റ് പേജാണ് കേട്ടോ. നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ എളുപ്പമാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇത് ഫുള്ള് ഫില്ല് ചെയ്യുക, പിന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മളൊന്ന് എഴുതി വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നോ 5 നോ 2, 5 ഇല്ല 2 ഇല്ല എന്നർത്ഥം. അപ്പോൾ നമ്മളവിടെ എഴുതേണ്ടത് 1 ആണ്. ഓക്കെ, നമ്മൾ എഴുതേണ്ടത് 1. ദെൻ നോ 5 1 2, ഒരു 2, അപ്പോൾ 5 ഇല്ല പക്ഷെ ഒരു 2 എഴുതണം. അപ്പോൾ 2 എഴുതി. ഇവിടെ 5 ഇല്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോ 7 ഉണ്ട്. 7 ഉണ്ടെങ്കിൽ 7നെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ only 2, അപ്പം 2 2s are, അപ്പോൾ ദാറ്റ് ഈസ് 4. 3 2s വരുമ്പോൾ എത്ര വരും, 8. ഇനി ശ്രദ്ധിച്ചോളുക, 1 5, ഒരു 5ഉം പക്ഷേ നോട്ട് 2, അപ്പോൾ നമ്മൾ 5 മാത്രം എഴുതുക. ദെൻ 5 2s are 10 എഴുതുക. 5 4s are 20. 5 8s are 40. ക്ലിയർ അല്ലേ? 7 ഒന്നും മൾട്ടിപ്ലൈ ചെയ്യണ്ട, നോ 7 ആണ്. ദെൻ 25 ആണ്. 2 5s എന്ന് വെച്ചാൽ 25. 25 നോട്ട് 2, അപ്പോൾ ഇവിടെ എഴുതുന്നത് 25. 25 × 2 50. 25 × 4 100. 25 × 8 200. അപ്പോൾ ഈ 5 കൊണ്ടുള്ള 2ൻ്റെ ടേബിളും ഇതും കൊണ്ടുള്ളതെല്ലാം ഫിനിഷ് ആയി. നോ 7. അടുത്തത് നോ 5 ആണ്, നോ 2 ആണ്, പക്ഷേ 1 7 ഉണ്ട് ഇവിടെ, കണ്ടോ, കാണാമല്ലോ ഇവിടെ. 1 7 വരുമ്പോൾ നമ്മൾ 7 എഴുതുന്നു. ദെൻ 1 2 1 7 നോ 5, അപ്പോൾ എന്ത് ചെയ്യും, ഈ 2ഉം ഈ 7 മൾട്ടിപ്ലൈ ചെയ്ത് 2 4s are 2 7s are 14. അടുത്തത് 4 7s are 28. 8 7s are 56. അത്രേ ഉള്ളൂ, സിമ്പിളാണ്, ഒരുപാടും ഇല്ല കേട്ടോ. അടുത്തത് എന്താ, 1 5 നോ 2, അപ്പോൾ 5 മൾട്ടിപ്ലൈ ചെയ്യണം ആരുമായിട്ട്, 7ഉമായിട്ട്. 7 5 35. ഇനി ഒരു 7 ഒരു 5 ഒരു 2, അപ്പോൾ 5 2s are 10 7s are 70. അതായത് ഈ 5നെയും 2നെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്യണം, ദാറ്റ് ഈസ് 70. അടുത്തത് 5 1 4, 5 4s are 20 × 7 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 0 140. അടുത്തത് 1 5 8 5 40 × 7 7 4 28 280 എന്ന് വരും. ഓക്കെ, സീറോസ് ഉള്ള നമ്പറിനെ 0 ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എളുപ്പമുണ്ട് കേട്ടോ. ദെൻ 2 5s are 25 നോട്ട് 2 7. 25 × 7 ചെയ്യണം. 25 × 7 എന്ന് പറയുമ്പോൾ 175. അടുത്ത 25 × 2 50 വന്നു. 50 × 7 7 5 35 അല്ലേ, അപ്പോൾ 350. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ 70 ഉള്ളിടത്ത് 100 400 എന്നാണ് നടക്കുന്നത് കേട്ടോ. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അത് അവർ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെയാണ് വരേണ്ടത്. അടുത്തത് 25 × 4 100 × 7 വരും. 100 × 7 വരുമ്പോൾ 700. അടുത്തത് 25 × 8 എന്ന് പറയുമ്പോൾ 200. 200 × 7 എന്ന് വരുമ്പം നമുക്ക് 14 വരും. പിന്നെ 00 1400. അടുത്ത നോ 5 നോ 2, ബട്ട് 2 7s, അപ്പോൾ എന്ത് വരും, 49. അടുത്തത് നോ 5 2, 49 × 2 എന്ത് വരും, 98. അടുത്തത് 49 × 4 196. അടുത്തത് 49 × 8 392. അടുത്തത് 1 5 നോ 2, ബട്ട് 2 7s ഉണ്ട് കേട്ടോ. അപ്പോൾ 49 × 5 നമ്മൾ ചെയ്യണം. സോ 245. അടുത്തത് 49 × 5 × 10. 5 2s are 10 × 49 എന്ന് പറഞ്ഞാൽ 490. അടുത്തത് 5 4s are 20 × 49. 20 × 49 എന്ന് പറയുമ്പോൾ 980 വരും. അടുത്തത് 1 8 5 40. 49 × 40 എന്ന് പറയുമ്പോൾ 1960 എന്ന് വരും. അടുത്തത് 2 7 49 5 തന്നെ, 49 × 5 വരുന്നുണ്ട് കേട്ടോ. അല്ല 2 2s അല്ല, അപ്പോൾ ഇത് 25 ആണേ. 25 × 7 വരും. അപ്പോൾ എത്ര വരും, 1225 കേട്ടോ. 25 × 7 അല്ല, 2 7s എന്ന് പറഞ്ഞാൽ ഇത് 49 ആണ് കേട്ടോ, ഓർത്തോണം. 49 × 25 1225. അടുത്തത് 25 × 2 50 × 49.
അപ്പോൾ ഇത് ഒരു 2450. അടുത്തത് 49 ഇൻറ്റു 25 ഇൻറ്റു 4. അപ്പോൾ 25 ഇൻറ്റു 4 നമ്മൾ ചെയ്തു 100 ഇൻറ്റു 49 എന്ന് പറയുമ്പോൾ 4900. അടുത്തത് 25 ഇൻറ്റു 8. അപ്പോൾ എത്ര വരും? 400 വരും അല്ലേ? അല്ല, 25 ഇൻറ്റു 8 200 ഇൻറ്റു 49 എന്ന് പറയുമ്പോൾ 9800. ഓക്കെ, ഇത്രയുമാണ് കോളങ്ങൾ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ശ്രദ്ധിച്ചോ. വാട്ട് ഈസ് ദ നമ്പർ വിത്ത് ദിസ് ഫാക്ടർ ടേബിൾ? ഈ ഫാക്ടർ ടേബിളിലെ നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഫാക്ടർ ടേബിളിൽ വന്ന നമ്പർ ഏതാ? 9800 എന്നുള്ള നമ്പറാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വന്ന 9800. ഏറ്റവും ലാസ്റ്റത്തെ കോളത്തിൽ വരുന്നതല്ലേ നമ്മുടെ ഫാക്ടർ ടേബിളിൽ വരാറ്. ദെൻ ഫിൽ ഇൻ ദ നമ്പേഴ്സ് ഇൻ ദ സർക്കിൾ. ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോഴത്തെ പുതിയ പുസ്തകത്തിലെ സർക്കിൾ കാണുന്നില്ല. പഴയ ടെക്സ്റ്റിൽ ചില കോളങ്ങളിൽ സർക്കിൾ ഉണ്ടായിരുന്നു. അത് എവിടേക്കായിരുന്നു? ഇവിടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ദെൻ 14 ഉള്ളിടത്ത് സർക്കിൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇല്ലാത്ത കുട്ടികൾ ആ സർക്കിൾ അവിടെ ഇട്ടാൽ മതി കേട്ടോ. 490. ദെൻ ഇത്ര സ്ഥലത്ത് സർക്കിളിൽ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതാണെന്നായിരുന്നു ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 1, 14, 490, 4900. ഓക്കെ, ദെൻ റൈറ്റ് ദ നമ്പേഴ്സ് ബിലോ ഇൻ ദ കറക്റ്റ് സെൽ. 4, 25, 140, 200 എന്നിവ ആ കറക്റ്റ് സെല്ലിൽ തന്നെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന സെല്ലിൽ നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് 4 വന്നിട്ടുണ്ട്. ദെൻ 25 നമ്മൾ കറക്റ്റ് സെല്ലിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ 140 ഇതാ ഇവിടെ ഒരു സെല്ലിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ 200 കാണിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ കനോട്ട് ബി ഇൻ ദ ടേബിൾ? ഏതൊക്കെ നമ്പറാണ് ഈ ടേബിളിൽ ഇല്ലാത്തത്? അപ്പോൾ നമ്മൾ എഴുതി വന്ന വഴി 32 എവിടെയും കണ്ടില്ല അല്ലേ? അപ്പോൾ 32 ഇല്ല. ദെൻ 40 നമ്മളുണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, 200 ഉണ്ട്, 300നെ നമ്മളിവിടെ എങ്ങും കണ്ടില്ല. അപ്പോൾ 300 ഇല്ല. ദെൻ 350 ഇവിടെ ഉണ്ടായിരുന്നു, 350 ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇല്ലാത്ത നമ്പറാണ് ടീച്ചറോട് ടിക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. മാർക്കിൽ ഇല്ലാത്ത നമ്പേഴ്സാണ് ടിക്ക് ചെയ്ത് 32 ആൻഡ് 300 ആ നമ്പർ ടേബിളിലില്ല. അപ്പോൾ നമ്മൾ ശരിക്കും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നതാണ്, നമ്മൾ തെറ്റാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോ 7, നോ 5, നോ 2 വരുമ്പോൾ ഇവിടെ 1 വരുള്ളൂ, അത് ഓർത്തോണം. നോ 5, 1, 2 എന്ന് പറയുമ്പോൾ 5ൽ 2 മാത്രം ചേർത്ത് എഴുതിക്കണം. അപ്പോൾ ശരിക്കും ഈ വീഡിയോ 2-3 പ്രാവശ്യം കണ്ടതിന് ശേഷം എഴുതുക കേട്ടോ. ഭയങ്കര എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കടന്നു പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്നും 9800 എന്ന നമ്പറിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രണ്ണം കിട്ടി നമുക്ക്? 1, 2, 3, 4 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? അപ്പോൾ 9, 4, 36 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് എത്ര കിട്ടി? 36 കിട്ടി. നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രണ്ണം കിട്ടി? 36 ഫാക്ടേഴ്സ് ആർക്കുണ്ടായിരുന്നു? 9800 ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ടീച്ചറെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എളുപ്പം കണ്ടുപിടിക്കാനൊരു ട്രിക്ക് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് 9800 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ കണ്ടിരുന്നത് എത്രയാണെന്ന് കണ്ടേ? 36 കണ്ടിരുന്നു. അതായത് ഫുള്ള് കോളം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ നമുക്ക് കിട്ടിയത്? അല്ലാതെ ടീച്ചർ ഒരു മാർഗം പറഞ്ഞു തരാം. നമ്മൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇത് 4900 എന്ന് വരും. എഗെയിൻ നമ്മൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2450 എന്ന് വരും. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 1225. ദെൻ ഇനി 5 കൊണ്ടേ പറ്റുള്ളൂ. 5 കൊണ്ട് ചെയ്യുമ്പോൾ 245 എന്ന് വരും. ദെൻ ഇതിനെ നമുക്ക് വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 49 എന്ന് വരും. ദെൻ 7 and 7 കൊണ്ട് ചെയ്യുമ്പോൾ 1 വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. ഇനി നോക്കുക, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അത് ഈ പ്രോഡക്റ്റിനെ എല്ലാം നമ്മൾ എഴുതി എങ്ങനെ? 2 into 2 into 2 into 5 into 5 into 7 into 7. ഇനി നോക്കുക, എത്ര 2s ഉണ്ടായിരുന്നു? 2 raised to 3. ഇവിടെ എത്ര 5 ഉണ്ടായിരുന്നു? 5 raised to 2 into എത്ര 7 ഉണ്ട്? 7 raised to 2. അപ്പോൾ നമ്മൾ നോക്കുക, ഈ പവർ വന്നല്ലോ. ഈ പവർ വന്ന ഈ നമ്പേഴ്സിനെ മാത്രം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ആ നമ്പറിനോടുകൂടി നമ്മൾ 1 ആഡ് ചെയ്യുക. 3 + 1 ഇൻറ്റു
ഇവിടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എന്താവും 2 + 1 ഇൻറ്റു ഇവിടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എന്താവും 2 + 1 മൾട്ടിപ്ലൈ ചെയ്തു 3 + 1 4 ഇൻറ്റു 2 + 1 3 ഇൻറ്റു 2 + 1 3. So our answer is 4 3s are 12 3s are 36. കണ്ടോ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം മനസ്സിലായോ? എത്ര പവർ ഉണ്ടോ അത്രയും പവറിൻ്റെ +1 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതിയോ? ഓക്കെ, സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ കാണിച്ചു തരാം. 12ൻ്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. 12ൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതുമ്പോൾ 1 2 3 4 6 12. സോ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 1 2 3 4 5 6 6 കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ. 2 കൊണ്ട് നമ്മൾ ചെയ്തു 2 6, എഗെയിൻ 2 കൊണ്ട് ചെയ്തു 3, ദെൻ നമ്മൾ 3 കൊണ്ട് ചെയ്തു 1. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ എഴുതി? 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതി. ദെൻ എത്ര 2s ഉണ്ടായിരുന്നു? നമുക്കുള്ള 2s 2 2 ഉണ്ടായിരുന്നു, ഒരു 3 ഉള്ളൂ. അപ്പോൾ എന്നാ പറഞ്ഞത്? ഈ പവറിനോട് കൂടി ഒന്ന് ആഡ് ചെയ്യണം, അതായത് 2 + 1. ഇതിനോട് കൂടി ഒന്ന് ആഡ് ചെയ്യണം, സോ 1 + 1. അപ്പോൾ രണ്ടിനോട് കൂടി നമ്മൾ ഒന്ന് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2 + 1 എത്രയാണ്? ആൻസർ ഈസ് 3. 1 + 1 എത്രയാണ്? 2. സോ ആൻസർ ഈസ് 3 2s are 6. കണ്ട്, എളുപ്പമാർഗ്ഗം, എളുപ്പം കിട്ടിയില്ലേ? നമുക്ക് ഏഴിലുണ്ട് കേട്ടോ വിശദമായിട്ട് പഠിക്കാൻ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് അങ്ങനെ എങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ എഴുതുക കേട്ടോ. ആ പവർ എത്ര ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ കൂടെ +1 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത എക്സാം സ്പെഷ്യലല്ലേ, അല്ല അടുത്തൊരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. വേഗം ടീച്ചർ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അതുകൂടെ ഉണ്ടാവും ഈ പ്രാവശ്യം ക്രിസ്മസ് എക്സാമിന്. ഓക്കെ.